ഹരി, തിരുവനന്തപുരത്ത് ഇനി ഒരാളെ കൂടെ കിട്ടിയാലേ 51-ലേക്ക് എത്തൂ. നിലവിൽ 50-ലെത്തി നിൽക്കുകയാണ്. കൃത്യം ജയിക്കാൻ വേണ്ട ഒരു സീറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരു ടെൻഷനും ഇല്ല BJPക്ക്. പക്ഷേ ഇനിയിപ്പോൾ 2 സ്വതന്ത്രന്മാരിൽ ഒരു സ്വതന്ത്രൻ എന്തായാലും കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്. പിന്നെയുള്ളത് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനെ തേടി പോകുമോ NDA എന്നുള്ളതാണ്. രാധാകൃഷ്ണൻ പറയുന്നത് മണ്ഡലത്തിൽ ആലോചിച്ചതിന് ശേഷം, വാർഡിൽ ആലോചിച്ചതിന് ശേഷം ജനങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തള്ളുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ NDA രാധാകൃഷ്ണനെ ലക്ഷ്യമിട്ട് രാധാകൃഷ്ണനെ ഒപ്പം ചേർക്കുകയാണെങ്കിൽ വേണ്ട 51ാമത്തെ ആളും കൂടിയായി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ രാധാകൃഷ്ണനെ ഒപ്പം ചേർക്കുകയാണെങ്കിൽ 51 തികയുന്ന ഘട്ടത്തിൽ ആരായിരിക്കും മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്, മേയർ ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ശ്രീരേഖയും വിജയിച്ചിട്ടുണ്ട്, BV രാജേഷും വിജയിച്ചിട്ടുണ്ട്. ആർക്കാണ് കൂടുതൽ സാധ്യത? ഹരി, അരുൺ, ഗുഡ് മോർണിംഗ്. 2 ചർച്ചകളാണ് ഇന്നലെ രാത്രി വരെ BJP സംസ്ഥാന നേതൃത്വം നടത്തിയത്. അതിലൊന്ന് മേയർ ആരാകണം, രണ്ടാമത്തേത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ 51 സീറ്റുകളിലേക്ക് എത്താൻ വേണ്ടിയുള്ള നീക്കം അടുത്തത് എന്തായിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഈ 51 സീറ്റുകളുടെ കാര്യത്തിൽ ഒരാൾ കൂടി, ഒരു സ്വതന്ത്രനെ കൂടി ഈ BJPയിലേക്ക് ചേർക്കാൻ അല്ലെങ്കിൽ BJPയോട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. അതെയോ 6 മാസം വരെ കാത്തിരിക്കണോ എന്നുള്ളത്. 6 മാസം കഴിഞ്ഞ ശേഷം കേവല ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി എന്നുള്ള സാധ്യത ചില നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ിൽ പോലും ഇപ്പോൾ അത്തരത്തിലൊരു റിസ്ക് എടുക്കേണ്ടതുണ്ടോ, ഇപ്പോൾ തന്നെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൂടെ എന്നുള്ളതാണ് മറുവിഭാഗത്തിന്റെ ഒരു ചർച്ചയായിട്ട് രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. അരുൺ സൂചിപ്പിച്ച പേര് തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ചകളിലേക്ക് കടന്നു വരുന്നത്. പാറ്റൂർ രാധാകൃഷ്ണൻ, കണ്ണമൂലയിൽ നിന്ന് വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പേരിനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം ഇതിൽ നൽകുന്നതും. കാരണം സുധീഷിന്റെ പേരിന് അല്ലെങ്കിൽ സുധീഷ് തങ്ങളോടൊപ്പം ചേരുമെന്നുള്ള ഒരു വിശ്വാസം നിലവിൽ BJPക്ക് ഇല്ലതാനും. അതേസമയം മേയർ ആരാകണം എന്നുള്ള ചർച്ചകൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയും മുൻ ജില്ലാ അധ്യക്ഷനുമൊക്കെ ആയിട്ടുള്ള VV രാജേഷിന് അനുകൂലമായ നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. അതായത് പരിചയ സമ്പത്ത് എന്നുള്ള ഘടകമാണ് VV രാജേഷിന് അനുകൂലമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. VV രാജേഷ് മേയർ ആവുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് 2 പേരുകൾ പരിഗണിക്കുന്നു. ഒന്ന് മുൻ DGP ആയിട്ടുള്ള R ശ്രീലേഖയുടേതും മറ്റൊന്ന് 3 തവണ കൗൺസിലറായ കാലടിയിൽ നിന്ന് ഇത്തവണ ജയിച്ചു വന്ന GS മഞ്ജുവിന്റെയും പേരുകളാണ് പരിഗണനയിലുള്ളത്. പക്ഷേ രാജേഷ് മേയർ ആയാൽ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആകാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു സംശയം നേതൃത്വത്തിനുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമല്ല, അതിന് ഇനി RSSന്റെ രാഷ്ട്രീയ തീരുമാനം എന്താണോ അത് വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വവും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. കാത്തിരുന്നാൽ അല്ലെങ്കിൽ 45 വർഷത്തിന് ശേഷം വിജയിച്ചതായതുകൊണ്ട് തന്നെ അത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ മേയർ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള അഭിപ്രായമാണ് ഭൂരിഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. മുൻ DGP R ശ്രീലേഖ ഒരു പ്രൊഫഷണലാണ്, അവർക്ക് രാഷ്ട്രീയ പരിചയ സമ്പത്ത് വളരെ കുറവാണ് എന്നുള്ള അഭിപ്രായമാണ് രാജേഷിന് തുണയായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് രാജേഷ് കഴിഞ്ഞ തവണയും വിജയിച്ചു. മാത്രമല്ല സംസ്ഥാനത്തുടനീളം രാജേഷ് വളരെ സജീവമായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന സമയത്തൊക്കെ തന്നെ പാർട്ടിക്ക് വേണ്ടി നിരന്തരം പ്രചാരണ പരിപാടികളും യാത്രകളും ഒക്കെ നടത്തിയ ആളാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷവും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തികൾ ഒരാൾ കൂടിയാണ് രാജേഷ്. ഇക്കാര്യങ്ങളൊക്കെ രാജേഷിന് അനുകൂലമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അരുൺ, ഓക്കെ ഹരി, അപ്പോൾ തിരുവനന്തപുരത്ത് VV രാജേഷിന് സാധ്യതയുണ്ട്, ശ്രീലേഖ IPSും തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഇവരിൽ ആരായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാലും തലസ്ഥാനം താമരസ്ഥാനമായി മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഞെട്ടലോടുകൂടിയാണ് UDF കേന്ദ്രങ്ങളും LDF കേന്ദ്രങ്ങളും കേട്ടത്. അവരുടെ ഒരു പ്രതീക്ഷ ഒരു 40-45 വന്നാലും UDFും LDFും കൂടി ഒരുമിച്ച് നിന്ന് തലസ്ഥാനം തിരികെ പിടിക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസം UDFനും LDFനും ഉണ്ടായിരുന്നു. കൗണ്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞത് 60 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ളതാണ്. പക്ഷേ കിതപ്പ് 28 സീറ്റുകളിൽ അവസാനിച്ചു എന്നുള്ളതാണ് LDFിൻ്റെ കാര്യത്തിലുള്ള ഏറ്റവും ദയനീയമായ കാര്യം.